ഇതുപോലെ പൂപ്പൽ പിടിച്ച കതവിൽ നമ്മുടെ ഒരു തുണി വെച്ച് ഒറ്റ വട്ടം തുടച്ചാൽ മതി. പൂപ്പലും അഴുക്കും ഒക്കെ ഒറ്റ നിമിഷം കൊണ്ട് പോകും. തിളച്ചു മറിയുന്ന കട്ടൻ ചായയിലേക്ക് 4 തുള്ളി ഉജാല ഒഴിച്ചാൽ നിങ്ങളുടെ വീട്ടിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കും. നമ്മുടെ എല്ലാവരുടെയും വീടിന്റെ ഫ്രണ്ടിലെ വാതിലിതേ ഇതുപോലെ തടിയിൽ തീർത്ത വാതിലുകളായിരിക്കും അല്ലേ. നമ്മുടെ ഈ ഡോർ മുഴുവൻ വല്ലാത്ത രീതിയിൽ പൂപ്പൽ പിടിക്കും. ഇതുണ്ടോ, ഇവിടെ തന്നെ ഇപ്പം നമുക്ക് നല്ല രീതിയിൽ പൂപ്പലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ പൂപ്പല അഴുക്കൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള തടി ഡോറുകൾ വൃത്തിയാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ള തടി ഡോറുകളും ഈ ഒരു ചില്ല് ഗ്ലാസ്സുകളും എങ്ങനെ വൃത്തിയാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോ. ഈ ഒരു ഉജാല കൊണ്ട് നമ്മൾ അത്ഭുതകരമായി നമ്മുടെ ഈ ഒരു മുഴുവൻ ഡോറും ഗ്ലാസും എല്ലാം വൃത്തിയാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതേ കുറച്ച് ചൂടുവെള്ളം വേണം. അപ്പോൾ നല്ല തിളച്ച് വരുന്ന സമയത്തേക്ക് നമുക്ക് കുറച്ച് തേയിലപ്പൊടി ഇടാം കേട്ടോ. ഒരു 1.5 സ്പൂണോളം ഞാൻ തേയിലപ്പൊടി ഇടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിനകത്തുനിന്ന് ഒരു 4-5 തുള്ളി, അധികം വേണ്ട കേട്ടോ, 4-5 തുള്ളി ഉജാലയുടെ നീര് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഒരു സാധനം കൂടെ ചേർക്കണം. അത് നമ്മുടെ വിനാഗിരിയാണ് കേട്ടോ. ഒരു 2 അടപ്പോളം വിനാഗിരി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമുക്ക് നല്ലൊരു തുണി വേണം. അപ്പം ഈ ഒരു തേയിലവെള്ളം ഒന്ന് അരിച്ചെടുക്കുന്നത് ഒന്നുകൂടെ നല്ലതാണ്. കാരണം ഇതിനകത്തുള്ള തേയിലപ്പൊടിയൊക്കെ മാറിക്കിട്ടും. നമ്മൾ പരിച്ചിട്ടില്ല. ഇതുപോലെ പൂപ്പൽ പിടിച്ച കതവിൽ നമ്മുടെ ഒരു തുണി വെച്ച് ഒറ്റ വട്ടം തുടച്ചാൽ മതി. പൂപ്പലും അഴുക്കൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് പോകും. കണ്ടല്ലോ. അപ്പോൾ നമ്മൾ ചുമ്മാ തുടയ്ക്കുന്നുള്ളൂ കണ്ടോ. ഇതുപോലെ ജസ്റ്റ് ചുമ്മാ തുടച്ച് വിട്ടാൽ മതി. എത്ര വലിയ അഴുക്കാണെങ്കിലും ഈ ഒരു പൂപ്പലാണെങ്കിലും എല്ലാം നല്ല വൃത്തിയായിട്ട് നമുക്ക് മാറിക്കിട്ടും. അതുപോലെ പൂപ്പൽ പിന്നെ വരാനും ഭയങ്കര സാധ്യത കുറവാണ്. കാരണം നമ്മുടെ ഒരു വിനാഗിരി ഉജാലയിനകത്ത് ഉള്ളതുകൊണ്ട് തന്നെ അതിനകത്ത് പിന്നെ അഴുക്കോ ഈ പറയുന്ന പൂപ്പലോ ഒക്കെ വരാൻ വളരെയധികം താമസം എടുക്കും. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉപയോഗിച്ച് നോക്കിയോ.